നമസ്കാരം സുഹൃത്തുക്കളെ. റോണ്ട ബേൺ എഴുതിയ കൗണ്ട് ഓൺ ടു റിച്ചസ് 21 Days ഓഫ് വെൽത്ത് അട്രാക്റ്റിംഗ് ഹാബിറ്റ്സ് എന്ന പുതിയ പുസ്തകത്തിൽ മനസ്സിന്റെ ചിന്താഗതി മാറ്റിക്കൊണ്ട് സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് എങ്ങനെ സമൃദ്ധിയിലേക്ക് വളരാമെന്ന് 21 ദിവസത്തെ ലളിതമായ ശീലങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു. നമുക്കതിലെ 4-ാമത്തെ ദിവസത്തെ ശീലത്തെക്കുറിച്ച് ഈ വീഡിയോയിൽ സംസാരിക്കാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ചാണോ അതോ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണോ നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും? നിങ്ങൾ ഏതിനെക്കുറിച്ചാണോ കൂടുതൽ സംസാരിക്കുന്നത്, പ്രപഞ്ച നിയമം അതിനെയാണ് നടപ്പാക്കുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള സാമ്പത്തികവും അല്ലാത്തതുമായ ആഗ്രഹങ്ങളെ വ്യക്തമായി തിരിച്ചറിയുകയും അവ യാതൊരു ഭയവുമില്ലാതെ തുറന്നു സമ്മതിക്കുകയും ചെയ്യുക. പലപ്പോഴും ആളുകൾ എനിക്ക് പണം വേണം അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കാറുണ്ടെങ്കിലും അത് ഉറപ്പിച്ചു പറയാൻ മടിക്കുന്നു. പണത്തോടും ആഗ്രഹങ്ങളോടുമുള്ള നിങ്ങളുടെ സമീപനം മാറ്റി അവയെ വ്യക്തമായി പ്രപഞ്ചത്തോട് ആവശ്യപ്പെടാനാണ് ഈ ദിവസം നിങ്ങളെ പരിശീലിപ്പിക്കുന്നത്. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് പ്രപഞ്ചത്തിന് വ്യക്തമായി അറിയണം. വ്യക്തതയില്ലാത്ത ആഗ്രഹങ്ങൾക്ക് ബലമുണ്ടാകില്ല. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് പൂർണ്ണ അർഹതയുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുക. എനിക്കിത് ലഭിക്കില്ലേ, എനിക്കിത് നേടാൻ അർഹതയുണ്ടോ എന്നുള്ള സംശയത്തിനു പകരം എനിക്കിത് വേണം, ഇതെനിക്ക് ലഭിക്കുമെന്ന പോസിറ്റീവ് ചിന്ത വളർത്തുക. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു അവധിക്കാല യാത്ര പോകണമെന്ന് കരുതുക. ഓണമല്ലേ വരുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നാൽ ഇതുവരെ പോകാത്ത ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് ചിന്തിക്കുക. ആ യാത്ര എങ്ങനെ നടക്കുമെന്ന് ചിന്തിച്ച് ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. എനിക്ക് പോകാൻ കഴിയും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കടബാധ്യതയുണ്ടെങ്കിൽ എനിക്ക് പൂർണ്ണമായും ആ കടബാധ്യത തീർക്കാൻ കഴിയും എന്ന് തന്നെ വിശ്വസിക്കുക. കടബാധ്യതയെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ വന്നാൽ ഉടൻ തന്നെ എനിക്കത് പൂർണ്ണമായും അടച്ചു തീർക്കാൻ കഴിയുമെന്ന് മനസ്സിൽ പറയുക. ഞാൻ സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ള വ്യക്തിയാണെന്ന് വിശ്വസിക്കുകയും പലതവണ ആവർത്തിച്ച് പറയുകയും ചെയ്യുക. എപ്പോഴും നെഗറ്റീവ് സംസാരിക്കുന്ന നമ്മൾ പാവപ്പെട്ടവരാണ്, നമുക്ക് ജീവിതത്തിൽ നല്ലതൊന്നും ലഭിക്കില്ല, നമ്മുടെ കടബാധ്യതകൾ മാറില്ല, ജീവിതം മുഴുവൻ കഷ്ടപ്പാടാണ് എന്നൊക്കെ സംസാരിക്കുന്ന വ്യക്തികളിൽ നിന്ന് അകലം പാലിക്കുക. ഇവർ നിങ്ങളെ ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ ഏത് ആഗ്രഹവും നടക്കുമെന്ന് തന്നെ പൂർണ്ണമായും വിശ്വസിക്കുക. ഇപ്പോൾ നിങ്ങൾക്കുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം. പ്രത്യേകിച്ച് പണസംബന്ധമായ കാര്യങ്ങൾക്ക്, നിങ്ങളുടെ തൊഴിലിനോട് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം. നിങ്ങളുടെ ആഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പണത്തെക്കുറിച്ചുള്ള ഭയമോ ഇതൊക്കെ എങ്ങനെ നടക്കാനാണ് എന്ന സംശയമോ മനസ്സിൽ വരാൻ പാടില്ല. ഒരു കുട്ടിയെപ്പോലെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അത് മാത്രമല്ല, ഒരു ആഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ഈ ആഗ്രഹം നടക്കേണ്ടത് എന്ന് കൂടി ചിന്തിക്കുക. ഉദാഹരണത്തിന്, എനിക്ക് പണം വേണം എന്ന് ചിന്തിക്കുമ്പോൾ ആ പണം വരുന്നത് വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷം, സുരക്ഷിതത്വം, കുടുംബത്തിന് നൽകാൻ കഴിയുന്ന നല്ല ജീവിതം എന്നിവയെക്കുറിച്ച് കൂടി ചിന്തിക്കുക. ശക്തമായ ഒരു കാരണമുണ്ടാകുമ്പോൾ ആ ആഗ്രഹം വേഗത്തിൽ യാഥാർത്ഥ്യമാകും. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കാം. ഓരോ ആഗ്രഹങ്ങൾക്ക് നേരെയും എന്തുകൊണ്ട് ഈ ആഗ്രഹം നടക്കണം എന്നുകൂടി എഴുതുക. ദിവസം മുഴുവൻ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാനും സംസാരിക്കാനും ശ്രമിക്കുക. പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പണത്തെക്കുറിച്ച് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മനസ്സുകൊണ്ട് എത്രത്തോളം പരിശീലിക്കുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മാറി മറിയും. എനിക്ക് വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അതെന്നെ വ്യക്തമായി കാണിച്ചു തരണമേ എന്ന് നിങ്ങൾക്ക് പ്രപഞ്ചശക്തിയോട് ആവശ്യപ്പെടാം. കൂടാതെ ഇന്ന് ഞാൻ എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും, അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും ചെയ്യും എന്നൊരു ദൃഢനിശ്ചയവും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്താൽ അത് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കൂ.